Need of HRD audit. Various reasons why companies want to undertake HRD audit are explained below. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനീസിന് HRD ഓഡിറ്റ് ചെയ്യുന്നത്? കമ്പനീസ് എന്തിനാണ് HRD ഓഡിറ്റ് ചെയ്യുന്നത്? ടു മേക്ക് ദ HR ഫംഗ്ഷൻ ബിസിനസ് ഡ്രൈവൺ. അപ്പോൾ HR ഫംഗ്ഷനെ ബിസിനസ് ഡ്രൈവൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് HRD ഓഡിറ്റ് ചെയ്യുന്നത്. HRD audit is undertaken by most organizations to make HR system and process more relevant to business goals. അവരുടെ ബിസിനസ് ഗോളുമായിട്ട് അലൈൻ ചെയ്ത് അവരുടെ HRD സിസ്റ്റത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ HRD ഓഡിറ്റ് ചെയ്യുന്നത്. Over a period of time, business changes may have taken place for a variety of reasons, including environmental changes. അപ്പോൾ ഈവൻ എൻവയോൺമെൻറ്റൽ ചേഞ്ച് കാരണം തന്നെ ഓർഗനൈസേഷന് ചിലപ്പോൾ ചില ചേഞ്ചസ് വന്നേക്കാം. ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ്, ഫിനാൻഷ്യൽ, ടെക്നോളജിക്കൽ, മാർക്കറ്റിംഗ്, മാനുഫാക്ചറിംഗ്, എഞ്ചിനീയറിംഗ് എക്സെട്ര may have necessitated meeting the changing environmental demands and opportunities. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും. അത് ഫിനാൻഷ്യലി ആവാം, ടെക്നോളജിക്കലി ആവാം, മാർക്കറ്റിംഗ്, മാനുഫാക്ചറിങ്, എഞ്ചിനീയറിംഗ്, ഏത് ഫീൽഡിൽ വേണേലും ആവാം. നമുക്ക് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണം. സച്ച് ചേഞ്ചസ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് ഇൻ HR ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ HR ഫംഗ്ഷനിലും ചേഞ്ചസ് വരും. ഓക്കെ, അപ്പോൾ സം കമ്പനീസ് ഗോ ഫോർ HRD ഓഡിറ്റ് ടു എക്സാമിൻ ആൻഡ് മേക്ക് ചേഞ്ചസ് ഇൻ HR ഫംഗ്ഷൻ. അപ്പോൾ ചില കമ്പനീസ് HRD ഓഡിറ്റ് ചെയ്യുന്ന അതിന് അങ്ങനെ ചേഞ്ചസ് വല്ലതും വരുത്തണമെന്നുണ്ടെങ്കിൽ HRD ഓഡിറ്റ് ചെയ്തിട്ട് ആ HR ഫംഗ്ഷൻസിൽ ചേഞ്ചസ് വരുത്തും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് തിങ്സ് ആൻഡ് ടു ഇംപ്രൂവ് HRD ഫോർ എക്സ്പാൻഡിങ്, ഡൈവേഴ്സിഫൈങ് ആൻഡ് എൻറ്ററിങ് ഇൻ ടു എ ഫാസ്റ്റ് ഗ്രോത്ത് ഫേസ്. ഇനി അടുത്തത് നമുക്ക് ഫാസ്റ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മൾ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HRD ഓഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പം മെനി ഗുഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ലിബറലൈസേഷൻ ഹാവ് എൻറ്റേർഡ് എ കോമ്പറ്റീറ്റീവ് ഫേസ്. അതായത് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മറ്റുള്ള രാജ്യത്തെ ഗുഡ്സ് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾക്ക് കുറച്ച് കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഗ്രോത്ത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ HRD ഓഡിറ്റിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം നല്ല ഓർഗനൈസേഷൻസ് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് HRD ഓഡിറ്റിൻ്റെ ആവശ്യം വരും. പിന്നെ അതുകൂടാതെ ചില കമ്പനീസ് എന്ത് ചെയ്യും, HRD പ്രാക്ടീസസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ വെളിയിൽ നിന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും, പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസിനെ. ബട്ട് വിത്തൗട്ട് ആഡ്ക്വേറ്റ് പ്രിപ്പറേഷൻ ദേ ആർ നോട്ട് ഷുവർ ഇഫ് ദേ ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. പക്ഷേ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മളിപ്പോൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നാലും അവർ റൈറ്റ് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ HRD പ്രോപ്പർ ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് HRD ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഫോർ പ്രൊമോട്ടിംഗ് പ്രൊഫഷണലിസം എമംഗ് എംപ്ലോയീസ് ആൻഡ് ടു സ്വിച്ച് ഓവർ ടു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ ഇടയിൽ പ്രൊഫഷണലിസം കൊണ്ടുവരാനും അതേപോലെ പ്രൊഫഷണൽ മാനേജ് ചെയ്യുന്ന രീതി കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കാനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് HRD ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ ഓർഡർ ടു ഇൻകൾക്കേറ്റ് പ്രൊഫഷണലിസം ദേ വാണ്ടഡ് ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ദി HRD ആൻഡ് ദെയർഫോർ അണ്ടർടുക്ക് HRD ഓഡിറ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, അവരുടെ ബിഹേവിയർ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് HRD ഓഡിറ്റ് വേണ്ടി വരും. ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ കുറച്ച് പ്രൊഫഷണൽ ആക്കാൻ വേണ്ടി നമ്മൾ HRD ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ടു നോ ദ റീസൺ ഫോർ ലോവർ ലേബർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫോർ ഇംപ്രൂവിങ് HRD സ്ട്രാറ്റജീസ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അപ്പം ലേബർ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണം എന്താ, അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് HRD പോളിസീസ്, അതായത് HRD പോളിസീസിനെ എല്ലാം ഓഡിറ്റ് ചെയ്യണം. നമ്മൾ HRD സ്ട്രാറ്റജീസിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ് പ്രശ്നം, HRD ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എന്ത് ഇഷ്യൂ ആണോ ഫേസ് ചെയ്യുന്നത്, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, HRD ഓഡിറ്റ് ചെയ്യണം. പിന്നെ ഫോർ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ എത്തണം. അതേപോലെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിലാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ പല ഫീൽഡ് അല്ലെങ്കിൽ പല പ്രോഡക്റ്റിലേക്ക് പുതിയ ഏരിയാസിലോട്ട് നമുക്ക് തിരിയാനായിട്ട് പറ്റണം. അപ്പോൾ അതാണ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് HRD ഓഡിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏത് ഡയറക്ഷനിൽ പോയാലാണ് ഇതൊക്കെ പോസിബിൾ ആവുക എന്ന് പറഞ്ഞു തരാൻ HRD ഓഡിറ്റിന് കഴിയും. അതുകൊണ്ടാണ് HRD ഓഡിറ്റ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഉള്ളത് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് എ പെർട്ടിക്കുലർ കോമ്പോണൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എ ഫ്യൂ ഓർഗനൈസേഷൻ അണ്ടർടുക്ക് HRD ഓഡിറ്റ് മോർ ആസ് എ നെസസറി കോംപ്രിഹെൻസീവ് റിവ്യൂ ടു ദെയർ നീഡ്സ് ജനറേറ്റഡ് ഫ്രം ദെയർ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് 1 or 2 സബ് സിസ്റ്റംസ് ഓഫ് HRD. ഇപ്പോൾ HRD സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഇഷ്യൂസ് കൊണ്ട്
അവർ ആ HRD സിസ്റ്റത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ HRD സിസ്റ്റത്തിൽ സാറ്റിസ്ഫൈ ആവാത്ത ഓർഗനൈസേഷൻസും എന്ത് ചെയ്യും, HRD ഓഡിറ്റ് ചെയ്ത് നോക്കും എവിടെയാണ് ഇഷ്യൂ എന്ന് കണ്ടുപിടിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ചേഞ്ച് ഓഫ് ലീഡർഷിപ്പ്. Some organization undertake HRD audit as their HRD manager was leaving and they need to recruit a new HRD manager. ഇപ്പോൾ ഒരു HRD മാനേജർ പോയിട്ട് പുതിയൊരാൾ വരുമ്പോഴും HRD ഓഡിറ്റ് ചെയ്ത് അയാളുടെ വർക്കൊക്കെ പ്രോപ്പർ ആണോ, ഇപ്പോൾ പിരിഞ്ഞ് പോകാൻ പോകുന്ന ആളുടെ വർക്കൊക്കെ പ്രോപ്പർ ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ പുതിയ ആളെ അപ്പോയിൻറ്റ് ചെയ്യുക. അതുപോലെ സംടൈംസ് എ ചേഞ്ച് ഇൻ CEO ആൻഡ് അതർ ടോപ്പ് മാനേജ്മെൻറ്റ് മെമ്പേഴ്സ് മേ ഓൾസോ പ്രോംപ്റ്റ് HRD ഓഡിറ്റ്. ഇപ്പോൾ CEO മാറുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൽ ചേഞ്ചസ് വരുമ്പോൾ അവിടെയൊക്കെ HRD ഓഡിറ്റ് പറയും. കാരണം ഈ ആൾക്കാരൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യണം, അത് പ്രോപ്പറാണോ, അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ പുതിയ CEO വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഉള്ള ആൾ മാറുന്നതിന് മുമ്പ് നമുക്ക് അറിയണം. അപ്പോൾ അതാണ് ചേഞ്ച് ഓഫ് ലീഡർഷിപ്പിന് മുന്നേ നമ്മൾ HRD ഓഡിറ്റ് ചെയ്യാറുണ്ട്.